പ്രൈസ് ദി ലോർഡ്. ഈ സമയം ചിന്തയ്ക്കെടുത്ത വിശുദ്ധ വേദഭാഗം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം 4-5 വാക്യങ്ങൾ. എങ്കിലും ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ സർദീസിൽ നിനക്കുണ്ട്. അവർ യോഗ്യന്മാരാകയാൽ വെള്ള ധരിച്ചുകൊണ്ട് എന്നോടുകൂടെ നടക്കും. ജയിക്കുന്നവൻ വെള്ള ഉടുപ്പ് ധരിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇവിടെ വായിച്ചു കേട്ട വേദഭാഗത്തിലൂടെ ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ എന്ന് ഇവിടെ പറഞ്ഞതിൻ്റെ താല്പര്യം, സർദീസ് സഭയിൽ ജീവിത വിശുദ്ധിയെ കാത്ത് സൂക്ഷിച്ച കുറച്ചു പേർ അവിടെ ഉണ്ട് എന്നാണ് പറയുന്നത്. ദൈവത്തെ ആരാധിച്ച ദൈവമക്കൾ സാത്താൻ്റെ പ്രലോഭനങ്ങളിലും അവൻ്റെ തന്ത്രങ്ങളിലും അവൻ്റെ വശീകരണങ്ങളിലും വീണുപോകാതെ വിജയം നേടിയ വിശുദ്ധന്മാരാണ് ഇവരാണ് ഒരർത്ഥത്തിൽ ദൈവത്തിൻ്റെ സർവായുധവർഗം എടുത്തുകൊണ്ട് നിന്നവർ. പ്രൈസ് ദി ലോർഡ്. നാമം എഫെസ്യരുടെ ലേഖനം 6-ാമത്തെ അധ്യായം അതിൻ്റെ 14 മുതലുള്ള വേദഭാഗങ്ങൾ വായിക്കുമ്പോൾ, നിങ്ങളുടെ അരയ്ക്ക് സത്യം കെട്ടിയും നീതി എന്ന കവചം ധരിച്ചും സമാധാന സുവിശേഷത്തിനായിട്ടുള്ള ഒരുക്കം കാലിനെ ചെരുപ്പാക്കിയും എല്ലാറ്റിനും മീതെ ദുഷ്ടൻ്റെ തീയമ്പുകളെയൊക്കെയും കെടുക്കുവാൻ തക്കതായ വിശ്വാസമെന്ന പരിച എടുത്തും കൊണ്ട് നിൽപ്പിൻ. രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊള്ളുവിൻ. സകല പ്രാർത്ഥനയാലും യാചനയാലും ഏത് നേരത്തും ആത്മാവിൽ പ്രാർത്ഥിച്ചും അതിനായി ജാഗരിച്ചും കൊണ്ട് നിന്ന വിശുദ്ധന്മാരെയാണ് ഇവിടെ ഒരർത്ഥത്തിൽ കാണിക്കുന്നത്. അവരാണ് ഉടുപ്പ് മലിനമാകാതെ അവരെ തന്നെ സൂക്ഷിച്ച് ജീവിച്ചവർ. അരയ്ക്ക് സത്യം, ജീവിതത്തിൽ സത്യം ഉണ്ട്. നീതി പ്രവർത്തിച്ചവർ, സമാധാനത്തിൻ്റെ സുവിശേഷവർ, കാലിനെ ചെരുപ്പാക്കിയവർ, അവരുടെ ജീവിതത്തിൽ ദുഷ്ടൻ്റെ തീയമ്പുകളൊക്കെ തൊടുത്തുവിടുമ്പോൾ വിശ്വാസമെന്ന പരിചയം എടുത്തുകൊണ്ട് നിന്നവർ, രക്ഷ എന്ന ശിരസ്ത്രവും ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാളും കൈക്കൊണ്ടവർ, സദാസമയം ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചും യാചിച്ചും ആത്മാവിൽ അവർ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനായി ജാഗരിച്ചുകൊണ്ട് ജീവിച്ച വിശുദ്ധന്മാരെയാണ് ഇവിടെ കാണിക്കുന്നത്, പറയുന്നത്. അവർ ഉടുപ്പ് മലിനമാകാത്ത കുറേ പേർ എനിക്ക് സർദീസിൽ ഉണ്ട്. അവർ നീതിയോടെ ജീവിച്ചവർ, വിശുദ്ധ ജീവിതം നയിച്ചവർ. ഹല്ലേലൂയ, ആമേൻ. അങ്ങനെയുള്ളവരെയാണ് ഇവിടെ പ്രത്യേക എടുത്ത് പറയുന്നത്. നാം വെളിപ്പാട് പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 18-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, നീ സമ്പന്നനാകേണ്ടതിന് തീയിൽ ഊതിക്കഴിച്ച പൊന്നും നിന്റെ നഗ്നതയുടെ ലജ്ജ വെളിവാകാതെ വണ്ണം ധരിക്കേണ്ടതിന് വെള്ള ഉടുപ്പും. പ്രൈസ് ദി ലോർഡ്. ഇനി അതിൻ്റെ 4-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യത്തിൽ വെള്ള ഉടുപ്പ് ധരിച്ചും കൊണ്ട് സിംഹാസനങ്ങളിൽ ഇരിക്കുന്ന 24 മൂപ്പന്മാർ, ആ മൂപ്പന്മാരും വെള്ള ധരിച്ചുകൊണ്ട് സിംഹാസനങ്ങളിൽ അവർ ഇരിക്കുന്നു. 6-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ അവരിൽ ഓരോരുത്തരും വെള്ള നിലയങ്കി കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. വെളിപ്പാട് 7:9 ഒരു മഹാപുരുഷാരം വെള്ള നിലയങ്കി ധരിച്ചു. 13-ാമത്തെ വാക്യത്തിൽ വെള്ള നിലയങ്കി ധരിച്ചിരിക്കുന്ന ഇവർ ആർ എന്ന് ചോദിക്കുകയാണ്.
ആ വെളിപ്പാട് 14-ാമത്തെ വാക്യത്തിൽ യജമാനൻ അറിയുമല്ലോ എന്ന് പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു എന്നാണ്. 7-ാമത്തെ അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നത്, അവർ ദൈവത്തിൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു എന്നാണ്. സ്തോത്രം. അപ്പോൾ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ, അതേ സ്തോത്രം, ആ 7-ാമത്തെ അധ്യായം 14-ാമത്തെ വാക്യത്തിൽ യജമാനൻ അറിയുന്നല്ലോ എന്ന് ഞാൻ പറഞ്ഞതിന് അവൻ എന്നോട് പറഞ്ഞത്, ഇവർ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ തങ്ങളുടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവർ ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പിൽ ഇരുന്ന് അവൻ്റെ ആലയത്തിൽ രാപ്പകൽ അവനെ ആരാധിക്കുന്നു. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ അവർക്ക് കൂടാരമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ മഹാകഷ്ടത്തിൽ നിന്ന് വന്നവർ, കുഞ്ഞാടിൻ്റെ രക്തത്തിൽ അവിടെ അങ്കി അലക്കി വെളുപ്പിച്ചിരിക്കുന്നവർ, അപ്പോൾ അവർ ദൈവത്തിൻ്റെ ആലയത്തിലിരുന്ന് സർവശക്തനായ ദൈവത്തെ അവർ ആരാധിക്കുന്നു. അപ്പോൾ ദൈവത്തെ നമുക്ക് ആരാധിക്കണമെങ്കിൽ നിത്യതയിൽ നാം നമ്മുടെ ജീവിതം നമ്മൾ യോഗ്യന്മാരായിരിക്കണം. ജീവിത വിശുദ്ധി നമ്മിൽ ഉണ്ടായിരിക്കണം. പ്രിയമുള്ളവരെ, ഇനി വെളിപ്പാട് പുസ്തകം 16-ാമത്തെ അധ്യായം 15-ാമത്തെ വാക്യത്തിൽ, ഞാൻ കള്ളനെ പോലെ വരും, തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവർ ഭാഗ്യവാന്മാർ. ഹല്ലേലൂയ. അപ്പോൾ ഞാൻ കള്ളനെപ്പോലെ വരുമെന്നാണ് പറയുന്നത്. അവൾ തൻ്റെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ. ഹല്ലേലൂയ. അപ്പോൾ ഈ ലോകമോഹങ്ങളിലൊന്നും അകപ്പെട്ടു പോകുവാൻ ഇടവരാതെ വണ്ണം, പ്രൈസ് ദി ലോർഡ്, നമ്മുടെ ലജ്ജ കാണുമാറ് നഗ്നനായി നടക്കാതിരിപ്പാൻ തൻ്റെ ഉടുപ്പ് സൂക്ഷിച്ചും ജാഗരിച്ചും കൊള്ളുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ നമ്മെ തന്നെ നാം സൂക്ഷിച്ചുകൊണ്ട്, പ്രൈസ് ദി ലോർഡ്, യാതൊരു നിലയിലുള്ള ലോകമോഹങ്ങൾക്കും സാത്താൻ്റേതായ പ്രലോഭനങ്ങളിൽ, അവൻ്റെ വഞ്ചനയിൽ, അവൻ്റെ ചതിയിൽ ഒന്നും നാം കുടുങ്ങിപ്പോകാതെ നമ്മെ തന്നെ സൂക്ഷിച്ച് ജീവിക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് പറയുന്നത്. ഇനി വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരമുണ്ടാകേണ്ടതിന് ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും, പ്രൈസ് ദി ലോർഡ്, തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാരെന്നാണ് ആമേൻ ഇവിടെയും നമുക്ക് വചനം നമ്മെ മനസ്സിലാക്കി പഠിപ്പിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ നോക്കിയേ, ജീവന്റെ വൃക്ഷത്തിൽ തങ്ങൾക്ക് അധികാരം ഉണ്ടാകേണ്ടതിനും ഗോപുരങ്ങളിൽ കൂടി നഗരത്തിൽ കടക്കേണ്ടതിനും തങ്ങളുടെ വസ്ത്രം അലക്കുന്നവർ ഭാഗ്യവാന്മാർ. അപ്പോൾ ജീവന്റെ വൃക്ഷത്തിൽ നമുക്ക് അധികാരം ഉണ്ടാകണമെങ്കിൽ, ഗോപുരങ്ങളിൽ കൂടിയൊക്കെ നമ്മൾ കടക്കണമെങ്കിൽ, ആമേൻ സ്തോത്രം എന്ന് പറഞ്ഞാൽ നമുക്ക് നിത്യതയുടെ സൗഭാഗ്യം, പ്രൈസ് ദി ലോർഡ്, അത് നമുക്ക് പ്രാപിച്ചെടുക്കണമെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ആമേൻ നാം എപ്പോഴും നീതിയുള്ളവരായി, വിശുദ്ധിയുള്ളവരായി, ആമേൻ സ്തോത്രം, ദൈവം തന്നിരിക്കുന്നതായ വിശുദ്ധിയെ, നീതിയെ നാം മലിനപ്പെടുത്താതെ നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് ജീവിച്ചാൽ മാത്രമേ നമുക്ക് കർത്താവിൻ്റെ വരവെങ്കിൽ എടുക്കപ്പെടുവാൻ ഇടയായിത്തീരത്തുള്ളൂ. ഹല്ലേലൂയ. ആമേ. 1 തെസ്സലോനിക്കരുടെ ലേഖനം 4-ാമത്തെ അധ്യായം നമ്മൾ അതിൻ്റെ 16-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു, കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അപ്പോൾ ഈ ഒരു അവസ്ഥ നമ്മിലുണ്ടാകണമെങ്കിൽ, ഹല്ലേലൂയ, ആമേ, നാം ഇന്ന് ഇരുന്ന് മരിച്ചു പോയാലും ഒരുപക്ഷെ നാം ജീവനോടെ ഇരിക്കുന്ന സന്ദർഭത്തിൽ നമ്മുടെ കർത്താവ് വരികയാണെങ്കിൽ നാം കർത്താവിനോടുകൂടി ആമേ സ്തോത്രം എടുക്കപ്പെടണമെങ്കിൽ, ഈ സമയം എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമുക്ക് തന്നിരിക്കുന്നതായ വസ്ത്രം,
വിശുദ്ധിയുടെ വസ്ത്രം, ജീവിത വസ്ത്രം, ഉടുപ്പ്, അങ്കി, ആമേൻ, ഇവയൊന്നും മലിനപ്പെടാതെ ഹല്ലേലൂയ നാം നമ്മെ തന്നെ സൂക്ഷിച്ചുകൊണ്ട് യാതൊരു കറയോ കളങ്കമോ നമ്മിൽ പറ്റാതെ ഹല്ലേലൂയ നാം മുന്നോട്ട് പോവുകയാണെങ്കിൽ നമുക്ക് ഈ പറയപ്പെട്ട അനുഗ്രഹങ്ങളൊക്കെ കർത്താവ് നമുക്ക് നൽകി മാനിപ്പാനായിടയായി തീരുമെന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അതുകൊണ്ട് ഈ ലോകം നമുക്ക് അനുകൂലമല്ല. ഹല്ലേലൂയ. ലോകം നമുക്ക് പ്രതികൂലമായിരിക്കുമ്പോൾ നാം തിരുവചനങ്ങളെ വായിച്ചും പഠിച്ചും വളരെ പ്രാർത്ഥനയോടെ ഹല്ലേലൂയ നമ്മൾ പോവുകയാണെങ്കിൽ നമുക്ക് നിത്യത്തിലേക്ക് പ്രവേശിപ്പാൻ ഇടയായി തീരുമെന്ന് ഈ തരുണത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അതേ സർദീസ് സഭയിൽ ഉടുപ്പ് മലിനമാകാത്ത കുറച്ചു പേർ ജീവിത വിശുദ്ധിയോടെ നീതിയോടെ ജീവിക്കുന്നവർ ഹല്ലേലൂയ നിർമ്മല മനസ്സാക്ഷിയോടെ ജീവിക്കുന്നത്, ഹൃദയപൂർവ്വം സത്യം സംസാരിച്ചുകൊണ്ട് ജീവിക്കുന്നവർ, അങ്ങയുടെ വചനത്തെ പഠിച്ച് ധ്യാനിച്ചുകൊണ്ട് ജീവിക്കുന്നവർ ചിലരുണ്ടല്ലോ. അപ്രകാരം ദൈവമേ ഹല്ലേലൂയ ഞങ്ങളും അപ്രകാരം ഒരു ജീവിതം നയിപ്പാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അനുദിനം ഞങ്ങളെ സഹായിക്കണമേ, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടേക്കായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ.